അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ളി ദർസുകളിലും അറബിക് കോളേജുകളിലുമെല്ലാം പഠിക്കുന്ന അറബി നിയമങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കിതാബാണ് അൽഫിയ എന്ന് പറയുന്ന കിതാബ്. വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബ്. ഇതിനെ സംബന്ധിച്ച് കേൾക്കാത്ത ഒരു അധ്യാപകൻ, അറബി അധ്യാപകൻ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ആ അൽഫിയിലെ അഫ്ആലുൽ മുഖാറബ എന്ന ഭാഗം, അതിന്റെ ആദ്യ ഭാഗത്തെ ദർസ് ആണ് ഇപ്പോൾ നിങ്ങളിൽ എത്തിയിട്ടുള്ളത്. ദർസുൽ അൽഫിയ അഫ്ആലുൽ മുഖാറബ ഭാഗം 1. അഫ്ആലുൽ മുഖാറബ എന്നാണ് അൽഫിയയിൽ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. മുഖാറബ എന്ന് പറഞ്ഞാൽ അടുത്തായി എന്ന് അറിയിക്കുന്ന ഫീലുകൾ എന്നാണ് അഫ്ആലുൽ മുഖാറബ എന്ന വാക്കിന്റെ അർത്ഥം. അഫ്ആൽ ഫീലുകൾ, മുഖാറബ അടുത്തായി എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന ഫീലുകൾ. ഉദാഹരണം, ഔശക ത്വാലിബു അൻ യൻജഹ, പഠിക്കുന്ന വിദ്യാർത്ഥി വിജയിക്കാൻ അടുത്തായി. അതൊരു ഉദാഹരണം. അപ്പൊ അഫ്ആലുൽ മുഖാറബ വഫീ തസ്മിയതിഹാ, അൽഫിയയിൽ തന്നെ കാണാം. കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് ഇത് കേൾക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വഫീ തസ്മിയതിഹാ തഗ്ലീബുൻ, വഫീ തസ്മിയതിഹാ ബിദാലിക തഗ്ലീബുൻ. അഫ്ആലുൽ മുഖാറബക്ക് മുഖാറബ എന്ന പേര് കൊണ്ട് പേര് വെച്ചതിലുണ്ട് തഗ്ലീബുൻ, തഗ്ലീബ് ഉണ്ട്. വഫീ തസ്മിയതിഹാ, മുഖാറബയുടെ ഫീലുകൾക്ക് പേര് വെച്ചതിലുണ്ട്. ബിദാലിക, മുഖാറബയുടെ ഫീലുകൾ എന്ന പേര് കൊണ്ട് തഗ്ലീബുൻ, അതിൽ തഗ്ലീബുണ്ട്. തഗ്ലീബ് എന്ന് പറഞ്ഞാൽ ആധിപത്യം നൽകിക്കൊണ്ട് ഒന്നിന്റെ പേരിനെ മറ്റൊന്നിനേക്ക് കൂടി ചേർത്ത് ഉപയോഗിക്കലാണ് തഗ്ലീബ് എന്ന് പറയുന്നത്. അതായത് രണ്ട് സാധനങ്ങളുണ്ട്, അതിൽ നിന്ന് ഒന്നിനെ ആധിപത്യം നൽകി മറ്റേതിന് കൂടി ഈ പേര് കൊടുക്കുക. ഉദാഹരണം പറയാം, അബവാനി. അബവാനി എന്ന് പറഞ്ഞാൽ രണ്ട് അബു എന്നല്ല അർത്ഥം, അബും ഉമ്മയും. അപ്പൊ ഉമ്മയും ഉപ്പയെയും ചേർത്തുകൊണ്ട് സാധാരണ പ്രയോഗിക്കാറുണ്ട് എന്ത്, അബവാനി എന്ന്. ഇതിന് തഗ്ലീബ് എന്നാണ് പറയുക. അതേ പ്രകാരം ഉമറാനി എന്ന് പറയാറുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ഉമറാനി എന്ന് പറയും. അതേപ്രകാരം ഖമറാനി എന്ന് പറയാറുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ഉദ്ദേശിച്ചുകൊണ്ട് ഖമറാനി എന്ന് പറയും. അപ്പൊ രണ്ടിൽ നിന്ന് ഒന്നിന് ആധിപത്യം നൽകിക്കൊണ്ട് ഈ ഒന്നിലേക്ക് ചേർത്തുകൊണ്ട് ആ ഒന്നിന്റെ പേര് മറ്റേതിന് കൂടി ഉപയോഗിക്കുന്നതിനാണ് തഗ്ലീബ് എന്ന് പറയുന്നത്. അപ്പോൾ അഫ്ആലുൽ മുഖാറബ എന്ന് ഈ ബാബിൽ പറയപ്പെടുന്ന ഫീലുകൾക്ക് മൊത്തം അഫ്ആലുൽ മുഖാറബ എന്ന് പറഞ്ഞതിൽ തഗ്ലീബ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം
ലിഅന്ന അഫ്ആല ആദൽ ബാബി, ഈ അഫ്ആലുൽ മുഖാറബ എന്ന് പറയുന്ന ഈ ബാബിൽ പറയാൻ പോകുന്ന ഫീലുകൾ സലാസത്തു അൻവാഇൻ, 3 ഇനം ഫീലുകളെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, മാ യദുല്ലു അലാ മുഖാറബത്തിൽ മുസമ്മ ബിസ്മിഹാ ലിൽ ഖബരി, ഖബറിൽ പറയുന്ന കാര്യത്തിനോട് മുസമ്മ അടുത്തിരിക്കുന്നു എന്ന് മുസമ്മയുടെ ഇസ്മ കൊണ്ട് അറിയിക്കുന്നത്. അതാണ് ഒരു വിഭാഗം. ആ മുസമ്മയുടെ പേര് സൂചിപ്പിക്കുന്ന ആള്, ഉദാഹരണത്തിന് സെയ്ദ്, അല്ലെങ്കിൽ പേര് സൂചിപ്പിക്കുന്ന വസ്തു ഖബറിൽ പറയുന്ന പ്രവൃത്തി ചെയ്യാൻ അടുത്തായി എന്ന് അറിയിക്കുന്നതാണ് ഒന്നാമത്തെ വിഭാഗം. മാ യദുല്ലു അലാ മുഖാറബത്തിൽ മുസമ്മ ബിസ്മിഹാ ലിൽ ഖബരി. അങ്ങനെ അറിയിക്കുന്ന ഫീലുകൾ ഈ ബാബില് 3 ഫീലുകളാണ് ഉള്ളത്. ഈ 3 ഫീലുകളാണ് ഈ അർത്ഥമുള്ളത്. മുഖാറബയുടെ അർത്ഥമുള്ളതും 3 ഫീലുകളാണ്. ഈ ബാബിൽ 3 ഇനം ഫീലുകളുണ്ട്. അതിൽ നിന്ന് ഒരു ഇനം മാത്രമാണ് മുഖാറബയുടെ അർത്ഥമുള്ളത്. അതുകൊണ്ടാണ് ഈ ഫീലുകൾക്ക് മുഖാറബ എന്ന് പേരിട്ടതിൽ തഗ്ലീബുണ്ട് എന്ന് തുടക്കത്തിൽ പറയാൻ കാരണം. ഈ 2, വമാ യദുല്ലു അലാ തറജ്ജിൽ മുതകല്ലിമി ലിൽ ഖബരി, ഖബറിൽ പറയുന്ന കാര്യത്തിനെ സംസാരിക്കുന്നവൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്നതാണ് രണ്ടാമത്തത്. അപ്പൊ ഇവിടെ പ്രതീക്ഷിക്കലാണ്, അടുക്കലല്ല. രണ്ടാമത്തെ വിഭാഗം അതാണ്. ഈ 3 ഫീല് ഈ അർത്ഥത്തിനാണ്. മൂന്നാമത്തെ വിഭാഗം വമാ യദുല്ലു അലാ സുറൂഇൽ മുസമ്മ ബിസ്മിഹാ ഫീ ഖബരിഹാ, മുസമ്മ ആ മുസമ്മയെ സൂചിപ്പിക്കുന്ന ഇസ്മ കൊണ്ട് മുസമ്മ ഖബറിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതിന്റെ മേൽ അറിയിക്കുന്നു. മുസമ്മയുടെ മേലിൽ സൂചിപ്പിക്കുന്ന ഇസ്മ കൊണ്ട് മുസമ്മ ഖബറിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതിന്റെ മേൽ അറിയിക്കുന്നതാണ് മൂന്നാമത്തത്. വമാ യദുല്ലു അലാ സുറൂഇൽ മുസമ്മ ബിസ്മിഹാ ഫീ ഖബരിഹാ വഹിയ കസീറത്തുൻ, ഇത് വളരെയധികം ഉണ്ട്. വമിൻഹാ, അതിൽപ്പെട്ടതാണ് അൻഷ, തൗഫീഖ, ജഅല, അലിക, അഖദ, ഈ ഫീലുകളെല്ലാം ഫാദിൽ അഅ്മാലു, ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ട 3 വിഭാഗം ഫീലുകളും തഅമ്മലു അമല കാന, കാനന്റെ അമലാണ് ഈ ഫീലുകളൊക്കെ ചെയ്യുക. തരുന്ന സാധാരണക്കാരനായ ആള് ഈ ക്ലാസ് കേട്ടാൽ ഒന്നും മനസ്സിലാവുക. ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്പം പഠിക്കുന്ന വിദ്യാർത്ഥികളെ, അതുപോലെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഉസ്താദുമാർ, അതിന് പുറമെ നിയമങ്ങൾ, നഹ്വിന്റെ നിയമങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉസ്താദുമാർ, മദ്രസ മുഅല്ലിമീങ്ങളായ ആളുകൾ പോലെയുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. സാധാരണക്കാരന് കേൾക്കാൻ ഒരിക്കലും ഇതുകൊണ്ട് ഉപകാരമുണ്ടാവുകയില്ല. സാധാരണക്കാർക്ക് കേൾക്കാൻ വേണ്ടി മിഷ്കാത്തിന്റെ ദർസുൽ മിഷ്കാത്ത് ഉണ്ട്, ആ ഭാഗങ്ങൾ കേൾക്കണം. അപ്പൊ ഈ ഫീലുകളെല്ലാം തന്നെ കാനന്റെ അമല് ചെയ്യുന്ന ഫീലുകളാണ്. കാനന്റെ അമല്, കാനെന്തയ്യ, കാന ഇസ്മിനിക്ക് റഫഅ ചെയ്യും, ഖബറിനിക്ക് നസ്ബ് ചെയ്യും. റഫഅ എന്ന് പറഞ്ഞാൽ ലമ്മ കൊടുക്കും, ഖബറിനിക്ക് നസ്ബും. കാന അല്ലാഹു ഗഫൂറൻ,
അവിടെ ഇനി കാനല്ലാഹു എന്ന് പറയുന്ന സ്ഥലത്ത് കാനല്ലാഹ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹർക്കത്ത് എങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും ശരി. അതേപോലെയാണ് ഈ ഫീലുകളുടെ ഒക്കെ അമല്. അപ്പോൾ ഈ 3 വിഭാഗം ഫീലുകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഒന്നാമത്തെ വിഭാഗത്തില് കാദ, കറബ, ഔസക. രണ്ടാമത്തെ വിഭാഗത്തില് അസ, ഇഖ്ലൗലക, ഹറ. മൂന്നാമത്തെ വിഭാഗത്തില് അൻഷ, തഫിഖ, ജഅല, അലിക, അഖദ. അതിന് പുറമേയുമുണ്ട്. ഇവകളൊക്കെ കാനയുടെ അമലാണ് ചെയ്യുക. അപ്പൊ കാന ചെയ്യുന്നത് ഇസ്മിനിക്ക് റഫ് ആണ്. അപ്പൊ ഇത് ഇസ്മിനിക്ക് റഫ് ചെയ്യും. പിന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇല്ലാന്ന ഖബറ, പക്ഷേ ഇവകളുടെ ഒക്കെ ഖബർ ലാ യകൂനു ഇല്ലാ ഫീലൻ മുളാരിഅൻ, മുളാരിഅ ഫീൽ മാത്രമേ ഇവയുടെ ഖബർ ആവുകയുള്ളൂ. അതാണ് വ്യത്യാസം. ഇത് ഒന്നാമത്തെ ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ബൈത്തിലേക്ക് പ്രവേശിക്കാനാണുള്ളത്. 165-ാമത്തെ ബൈത്ത് അൽഫയിലെടുത്ത് മറിച്ചാൽ കാണാം. ആ ബൈത്താണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിൽ ചേർക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.